സ്വന്തം വീഡിയോയിൽ നമ്മൾ അത്യുഗ്രൻ ടിപ്സാണ് കാണിക്കുന്നത്. 6 നൂലുകൾ പല കളറിൽ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നൂലുകൾ ഓരോന്നൂലും നമ്മൾ ഇങ്ങനെ വലിച്ച് പിടിക്കുക. 6 നൂലിൽ നിന്ന് നമ്മൾ നൂലിൻ്റെ ഇഴകൾ ഇതുപോലെ ഇങ്ങനെ വലിച്ച് പിടിക്കാം. അടിപൊളി ടിപ്സാണ്. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നീട്ടത്തിൽ അങ്ങോട്ട് പിടിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഈ 6 നൂലിൻ്റെയും എൻഡ് ഭാഗം നമ്മൾ ഒരുമിച്ച് വെച്ച ശേഷം നന്നായിട്ടൊന്ന് കറക്റ്റായിട്ട് ഞങ്ങൾ കണ്ടോ നമ്മളിങ്ങനെ കറക്റ്റാക്കി പിടിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ ഒരു ഭാഗം അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എല്ലാ ലെയറും ഒരുമിച്ച് വരുന്ന ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് നമ്മളുടെ ബോബിൻ എടുക്കുക. അതായത് എല്ലാ മെഷീനിലും ഈ സൂത്രം ചെയ്യാം കേട്ടോ. ഈ ഒരു വിദ്യ എല്ലാ മെഷീനിലും നമുക്ക് ചെയ്യാം. അപ്പം ഞാനിതൊരു ഇംഗ്ലീഷ് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതെ, അപ്പം നമ്മുടെ ബോബിൻ എടുക്കുക. ബോബിനിൽ നമ്മൾ ഇതുപോലെ ഇങ്ങ് നമ്മുടെ സാധാരണ ബോബിൻ ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ ബോബിൻ കാലിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിലിടുന്നത്. ശേഷം നമുക്ക് സാധാരണ നൂല് ചുറ്റുന്ന പോലെ തന്നെ നമുക്ക് ഇത് വെച്ച് ചുറ്റാം. അപ്പോൾ നമ്മളൊരിക്കും ഇതിപ്പോൾ കൈ കൊണ്ട് ചുറ്റിട്ട് എത്ര നേരം എടുക്കും? ഒന്നും എടുക്കില്ല, കുറച്ച് സമയം എടുക്കത്തുള്ളൂ കേട്ടോ നമ്മൾ. അപ്പോൾ എൻഡ് വശം നല്ലവണ്ണം ഒപ്പമാക്കി വെക്കുക. കണ്ടോ, നമ്മളുടെ ഈ 6 ത്രെഡിൻ്റെയും എൻഡ് വശം നന്നായിട്ട് കറക്റ്റാക്കി ഒപ്പം ലെയറാക്കി വെച്ച ശേഷം നമ്മൾ ഒരു ചരട് നമ്മൾ എങ്ങനെയായിരിക്കും, ചരടിൽ കുറേ ലെയറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കറക്റ്റ് അതുപോലെ കുറച്ച് ബലത്തിൽ പിടിച്ചിട്ട് വേണം നമ്മളത് റൗണ്ട് ചെയ്തെടുക്കാം. ബോബിനിൽ ഏത് മെഷീനിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് നെക്കിൽ ചെയ്യാം. ഞാനിപ്പോൾ സ്ലീവിലാണ് ചെയ്യുന്നത്. സ്ലീവിൽ ചെയ്യാം, ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ താഴെ അവിടെ ചെയ്യാം, എല്ലാവിടെയും ചെയ്യാം. അത് കണ്ടോ, ഇങ്ങനെ ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല എനിക്കിത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ശേഷം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് എടുത്തിട്ടുണ്ട്. ഇത് പ്ലെയിൻ തുണിയിൽ മാത്രമല്ല, ഡിസൈനർ തുണിയിൽ നമുക്ക് ചെയ്യാം, നെക്കിൽ ചെയ്യാം, സ്ലീവിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ലീവിൻ്റെ എൻഡ് വശം ഒന്ന് മടക്കി അടിക്കുക. ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച ശേഷം നമുക്ക് സ്ലീവിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്ലീവിൻ്റെ അടിയിൽ ഓൾറെഡി അതിൻ്റെ കര ഇരിപ്പുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാനൊരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുക്കുക. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നൈറ്റിക്കൊക്കെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ഉൾവശത്ത് നമ്മൾ ലൈനുകൾ ഇട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ലൈൻ ഇട്ട് 4 ഇഞ്ച് ഗ്യാപ്പിലോ 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലോ സ്ലീവിൻ്റെ തുമ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉൾവശത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഉൾവശത്താണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 5 ലെയർ വരച്ചിട്ട് 5 ലൈനാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ 6ാമത്തെ ഇതും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടേത് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് അതിൻ്റെ നൂലിൻ്റെ തുമ്പ് വശം നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, സ്ലീവിൻ്റെ ഉൾവശത്താണ് നമ്മൾ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബോബിൻ നേരെ ബോബിൻ കേസിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങളുടെ കേസ് ഏതാണോ ആ ബോബിൻ കേസിനകത്തേക്ക് നമ്മൾ ഈ ബോബിനങ്ങ് ഇട്ട് കൊടുത്ത് സാധാരണ രീതിയിൽ മേൽ ത്രെഡ് കൊണ്ട് വലിച്ച് എടുക്കുക. നമ്മുടെ പാൻറ്റ് പെലസോ പാൻറ്റിൻ്റെ അടിയിൽ ഇതുപോലെ ഡിസൈൻ ചെയ്യാം, സ്ലീവിൽ ഡിസൈൻ ചെയ്യാം, നെക്കിൽ ഡിസൈൻ ചെയ്യാം. പ്ലെയിൻ ചുരിദാറല്ല, പ്രിൻറ്റഡ് ചുരിദാറിലും ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ മേൽ ത്രെഡ് വെച്ച് അതങ്ങ് വലിച്ച് സെറ്റാക്കിയിട്ട് നമ്മുടെ മെഷീൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ തുണിയുടെ ഉൾവശമാണ് ഞാൻ ഈ മേലെ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മേലെ കാണുന്ന ആ വരയുടെ ഭാഗം തുണിയുടെ ഉൾവശമാണ്. നമ്മൾ ഇതിൽ കൂടെ ജസ്റ്റ് തെച്ച് വന്നാൽ മതി. ലോക്ക് ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിലും അവസാനത്തിലും ലോക്ക് ഇടേണ്ട ആ ഭാഗം നമുക്ക് തയ്യൽ തുമ്പിൽ പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ലൈൻ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് അടിച്ചു വരിക. ഏത് തുടക്കക്കാർക്കും അടിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ടിപ്സ്. എന്തായാലും ചെയ്തു നോക്കാം നിങ്ങൾ കേട്ടോ. പല രീതിയിലും ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനൊരു ഇംഗ്ലീഷ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചെയ്തു. അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് മെഷീൻ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മെഷീനിലെ എംബ്രോയ്ഡറി സിക്സാക് സ്റ്റിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതുപോലുള്ള സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സാധാരണ മെഷീനിൽ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ആ മെഷീനിൽ നമുക്കിത് ചെയ്യാൻ പാടില്ല. മെഷീനിലേക്ക് സിംഗിൾ മെഷീൻ, ഡബിൾ ഏതിലും നമുക്കിത് ചെയ്തെടുക്കാം. പണ്ടത്തെ ചവിട്ടുന്ന മെഷീനിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതിലൊന്നും ഒരു മാറ്റൂല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലൈനുകളെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ട് കാണിച്ചത് കണ്ടോ. നല്ല വശത്ത് ഇങ്ങനെ പല കളറിലായിട്ടായിരിക്കും നമുക്ക് വരുന്നത്.
കണ്ടോ ഞാനിപ്പോൾ 6 ലെയറാണ് തയ്ച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനാണ് ഇത്. നമുക്ക് പ്ലെയിൻ തുണി മേടിച്ചിട്ട് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഇതുപോലെ നല്ല ഒഫീഷ്യൽ കുർത്തീസ്, ഫോർമൽ കുർത്തീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രിൻ്റ് ഉള്ള സാധാരണ നല്ല കോട്ടൺ മെറ്റീരിയൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തോളൂ, കാരണം എന്നിട്ട് ഫോളോ ചെയ്തോളൂ. അപ്പോഴേ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ തരാം. കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക്